എനിക്ക് നല്ലൊരു ഗായത്രി എന്ന് പറഞ്ഞൊരു പേരുണ്ടായിട്ടും സ്നേഹ എന്ന് പറഞ്ഞ പേരിട്ടാണ് എന്റെ എബിന്റെ എല്ലാ വീഡിയോക്കകത്തും സ്നേഹ എന്നുള്ള പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ഡൗട്ട്, എന്താണ് സ്നേഹമായിട്ടുള്ള റിലേഷൻ? വൈ സ്നേഹ? അത് സ്നേഹമാണല്ലോ. അത് എന്ത് സ്നേഹം? എന്റെ സീനിയർ ആയിരുന്നു സെലക്ട് ചെയ്തിട്ട് അച്ഛൻ്റെ കൂടെ പഠിച്ചു. പ്രായത്തിന്റെ ഒരു പക്വതയില്ലായ്മയിൽ നിന്നും വരുന്ന അടിയാണ് കൂടുതൽ. ഇളയത് അവനായോണ്ട് അവന് പെട്ടെന്ന് ദേഷ്യം വരും. ഹായ് ബായ് എല്ലാം വരാറുണ്ട്, ലൈക്ക് ചെയ്യണം, ഫോട്ടോ ഷെയർ ചെയ്യണം എന്ന് വരാറുണ്ട്. അമ്മരെ കണ്ണി തുപ്പം. എനിക്ക് 3 ലൈനുണ്ട്. പാരിപ്പള്ളി, ദുബായ്, കണ്ണൂര്. ആരെങ്കിലും ഒരാൾ അവിടെ ലൈൻ ആയിരിക്കണം. അതാണ് അവർക്ക് വേണ്ടത്. നിർബന്ധം. സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അന്ന് കുറെ കളിയാക്കി ഇനി പോളിയൊന്നും പറഞ്ഞു. ആണല്ലേ? അങ്ങറ്റത്തൊരു മുകേശ്വരി അഭിനയിക്കുമ്പോഴത്തേക്ക് തലമൂത്താളിൽ തുടങ്ങാം. ഇന്റർവ്യൂ എടുക്കുന്ന കൊച്ചിന് എത്ര 35 വയസ്സ്? അതിച്ചിരി കൂടുതലല്ലേ? ഏത് അമേരിക്കക്കാരൻ? ഹായ്, ഹലോ, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഞാൻ സ്നേഹ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ തരംഗമായിട്ടുള്ള ഒരു 5 ആളുകളാണ്. ഇതാ ഇവിടെ ഇങ്ങനെ വയലിൽ വന്ന് നമ്മളിരിപ്പുണ്ട്. അപ്പൊ നമുക്ക് നോക്കുകുത്തിയപ്പോൾ ഇരിപ്പുണ്ട്. നമ്മൾക്ക് ആരൊക്കെയാണെന്ന് ചോദിക്കാം. ഏത് സൈഡിൽ തുടങ്ങണം? ആ സൈഡിൽ നിന്ന് തലമൂത്താളും തുടങ്ങാം. അപ്പൊ ഇങ്ങോട്ടാണ്, അങ്ങോട്ട്. അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങാം. സെലക്സ്, അനന്തൻ, ഗായത്രി, അദ്വൈത്, എബിൻ. അപ്പൊ ഇവരെയൊന്നും പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ ഡെയിലി കണ്ടന്റുകൾ കാണുന്നതാണ് ഇവരുടെ, അല്ലേ? അതെ. അപ്പൊ അവര് കണ്ടന്റ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത്. നല്ല പച്ചപ്പും ഹരിതാഭയുള്ള സ്ഥലത്ത് തന്നെ. നിങ്ങൾ ഇവിടെ നല്ല കണ്ടന്റ് ഒക്കെ ചെയ്യാറുള്ളത്? ഇവിടെയും അപ്പുറത്തും ചെയ്യും. ആ, സത്യത്തിൽ ഇവിടെ അപ്പുറത്തും ഒക്കെ ചെയ്യും. ഇവിടെ എല്ലാ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോ ഇവിടെ വരാനുള്ള കാരണം തന്നെ ഇതിൽ ഒരാളാണ് നമ്മുടെ എബിൻ. അല്ല, അവിഹിതല്ല. ഞാൻ നോക്കുമ്പോ എബിന്റെ എല്ലാ അല്ലല്ല, അവിഹിതല്ല. ഞാൻ നോക്കുമ്പോ എബിന്റെ എല്ലാ വീഡിയോക്കകത്തും സ്നേഹ എന്നുള്ള പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ഡൗട്ട്, എന്താണ് സ്നേഹമായിട്ടുള്ള റിലേഷൻ? അപ്പൊ ഞാൻ തന്നെ വരാം. അപ്പൊ പറയൂ എബിൻ, എന്താണ് എബിന്റെ എല്ലാ വീഡിയോക്കകത്തും സ്നേഹ? എനിക്ക് നല്ലൊരു ഗായത്രി എന്ന് പറഞ്ഞൊരു പേരുണ്ടായിട്ടും സ്നേഹ എന്ന് പറഞ്ഞ പേരിട്ടാണ് എന്നെ നാമധേയം ചെയ്യുന്നത്. അങ്ങനെ തന്നെ. അപ്പം എബിനെ പറ, എബിന്റെ എല്ലാ വീഡിയോയിലും വേറെ ഒരു പേരും കൊടുക്കാറ്. എന്തുകൊണ്ടാണ് സ്നേഹ എന്ന് തന്നെ കൊടുക്കുന്നത്? അതൊന്നും ഇല്ല, കോമൺ നെയിം അല്ലേ സ്നേഹം എന്ന് പറയുമ്പോ. കോമൺ നെയിം ആണോ? അപ്പൊ ഗായത്രി ഒന്നും കോമൺ നെയിം അല്ല? അല്ല, അപ്പം കോമൺ നെയിം ഉള്ള വേറെ എത്ര പേരുണ്ട്? അമ്മു, ചിന്നു, പിന്നെന്താ പാറു ഒക്കെ കൊടുക്കാലോ, അല്ലെ? വൈ സ്നേഹ? അത് സ്നേഹമാണല്ലോ. അത് എന്ത് എന്തോ സെലക്ട് എന്തോ പറയാനുണ്ട്, പറ. അല്ല, എന്തോ ഇതേ പറ്റി പറയാനുണ്ട്. അവരെ പേഴ്സണൽ ലൈഫിലൊക്കെ അല്ലല്ല, അടിച്ചു പിരിയിപ്പിക്കാനല്ലോ. അതെ. ഇപ്പൊ നിങ്ങൾ ഇവിടൊക്കെ വെച്ചിട്ടാണ് കണ്ടന്റ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടന്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ എന്തായാലും നമ്മൾ നോർമൽ ആൾക്കാരെ കാണും. അപ്പൊ ഇവർ ചോദിക്കാറുണ്ടോ, എന്താ ഈ പിള്ളേര് കാണിക്കുന്നത്? കാരണം നിങ്ങളുടെ എത്രയോ കണ്ടന്റ് വരുന്നു പല പല വെറൈറ്റി ഡ്രസ്സിലിട്ട്, മെയിൻലി ബാഹുബലിയുടെ അതിനകത്ത് മറ്റേ സ്നേഹസേന എന്നൊക്കെ ഉള്ള ഡ്രസ്സിലൊക്കെ ഇട്ട് വരുമ്പോഴത്തേനും അപ്പൊ ഇവര് വിചാരിക്കുന്നില്ലേ ഈ പിള്ളേർ എന്താ കാണിക്കുന്നേ? അങ്ങനെയൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ടോ? അല്ലെന്നേ, നമ്മൾ നോർമൽ ഉള്ളതിൽ നിന്ന് ചുമ്മാ ഇങ്ങനെ നാട്ടുമ്പുറത്തിന്റെ ഓർന്ന് കാണിക്കുമ്പോൾ ഇവരെന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ഇവരെല്ലാരും ഇവിടെ ഉള്ള ആൾക്കാരാ, പണ്ട് തൊട്ട് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാ. അപ്പൊ അതുകൊണ്ട് ഈ വയലിന്റെ മണ്ടലാണ് അറിയാം പണ്ട് തൊട്ടേ പ്രാന്താണ്. എല്ലാരും ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ എന്നാലും പണ്ട് തൊട്ട് ഇങ്ങനെ പറയുമായിരിക്കല്ലോ, ഇതും ഫുൾ തല തെറിച്ച് കിടക്കുന്ന ടീംസ് ആണ്, അങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന ആൾക്കാരാണ് നിങ്ങള്? അല്ലെന്ന്. അപ്പൊ എന്തായിരുന്നു നിങ്ങളെ പറ്റി? ഇപ്പം നോർമലി കുറച്ച് ആമ്പിള്ളാരൊക്കെ ഇങ്ങനെ ആൾക്കൂട്ടത്തിലൊക്കെ ഇങ്ങനെ ഗ്രൂപ്പായിട്ടൊക്കെ നിൽക്കുമ്പോഴത്തേന് എന്തായാലും നാട്ടുമ്പൊത്തൊരു സംസാരം വരും. ചിന്ന വയസ്സിലിരുന്ന് നല്ലവരൊക്കെ സീരിയസ് നിങ്ങൾ കുട്ടിക്കാലം മുതൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നോ? ഞാനും
ആണോ? നിങ്ങളെല്ലാരും വരത്തില്ല. എന്റെ സീനിയർ ആയിരുന്നു സെലക്ട് ചെയ്തിട്ട് അപ്പം ഞാൻ അവന്റെ അച്ഛൻ്റെ കൂടെ പഠിച്ചത്. ഞാനും അവനോട് ഒന്നിച്ച് 6ാം ക്ലാസ്സിൽ പഠിച്ചതാ. അതല്ല മറ്റേ സിനിമയ്ക്ക് നിന്റെ അപ്പൂപ്പനോട് ചോദിച്ചോക്ക ആ ഗ്രൂപ്പ് ഫോട്ടോയ്ക്കകത്ത് കാണുന്നത്. ശരി, നിങ്ങള് ഇപ്പൊ നിങ്ങളെല്ലാം പല പല ഏജ് ഉള്ളവരല്ലേ? നിങ്ങൾ ഏറ്റവും മൂത്ത ആളാരാണ്? ഞാൻ തന്നെയാണ്. ഞാൻ സത്യം പറയുള്ളൂ. ഞാൻ സത്യം മാത്രമേ സെലക്ട് ചേട്ടനാ. സെക്കൻഡ് ആരാ? അല്ല, ഞാനും എബിനും ഒന്നിച്ച് പഠിച്ചതാ. ആരാ? ഞാനും എബിനും. എബിനു. ആ പിന്നെ പ്രായത്തിലെ മൂത്ത സെക്കൻഡ് ഞാൻ. ആ ഓക്കെ, സെക്കൻഡ് എബിന്, പിന്നെ പിന്നെ അദ്വൈത്. ഏറ്റവും ചെറുതാണോ ആനന്ദൻ? 21 വയസ്സ്. അയ്യോ, അന്തരെ കണ്ടാ പറയത്തില്ല കേട്ടോ. ഭയങ്കര മെച്ചുവേർഡ് ഫീലിംഗ് ഉണ്ട്. സത്യം കിളവനാണെന്ന്. കിളവനാണെന്നാണ്. ഏയ് അങ്ങനൊന്നും ഇല്ല കേട്ടോ. സീരിയസ്, നിങ്ങൾ ഈ എന്താ പറയുക, നിങ്ങൾ ഫസ്റ്റിൽ എല്ലാവരും എന്താ പറയുക സെപ്പറേറ്റ് ആണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആക്ച്വലി ഒരു സ്പെഷ്യൽ ഗ്യാങ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ചാനൽ ഇല്ലാത്ത? അത് വിഷമിച്ചാൽ നന്നായിട്ട് പറയും. വിഷ്വൽ മച്ചാൻ പറയൂ. ആരംഭിക്കുക. കിടക്കും. അത് അതിമനോഹരമായ ഒരു ഗ്രാമം. അല്ല, ഇത് ഇപ്പൊ ഒരൊറ്റ ചാനൽ ഉണ്ടെങ്കിൽ റവന്യൂ വരുമ്പോഴത്തേക്കും ഒരു പ്രശ്നം വരും. മാത്രമല്ല, നമ്മള് ഇപ്പൊ 5 ചാനലാണ്ടാണ്. ഇപ്പൊ ഒരു ചാനലിലെ വീഡിയോ ഓടിയില്ലെങ്കിലും ബാക്കി ഏതെങ്കിലും ചാനൽ ഓടും. അപ്പൊ നമ്മളെ ഫേസ് എന്തായാലും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇൻസ്റ്റയിലായിട്ട്. അതെ. അപ്പോൾ നമുക്ക് പിന്നെ ഈ ടീം എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അടി ഉണ്ടാവും. അപ്പൊ ഈ അടി ഉണ്ടായിരിക്കണമെങ്കിൽ അവർക്ക് സ്വന്തമായിട്ടൊരു ചാനൽ ഉണ്ടെങ്കിൽ ആ ചാനൽ ബൂസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അവർ എന്നും വരും വീഡിയോ എടുക്കും. അപ്പോഴത്തേക്ക് അവർക്കൊരു എനർജി വരും. അത്രേ ഉള്ളൂ. അടി ഉണ്ടാക്കിയാലും സോൾവ് ചെയ്യണമെന്നൊരു തോന്നല്. അതെ അതെ. നിങ്ങൾ നോർമൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അടി ഉണ്ടാക്കുന്ന ആൾക്കാരാണോ? ക്യാമറ ഇരിക്കുന്നു. അല്ല, അതിപ്പോ അടി വരുമല്ലോ. 5 പേർക്ക് 5 മൈൻഡാണ്. മെയിൻ ആയിട്ട് അടി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കണ്ടന്റ് എടുക്കാൻ പോകുമ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ എന്തായാലും ഒരു അടി ഉണ്ടാവും. അത് മെയിൻ ആയിട്ട് ആരാ പറയുന്നത്? മെയിൻ ആയിട്ട് ആരായിരിക്കും പറയുന്നത്? നീ മടിക്കാതെ പറ അദ്വൈത്, എന്തിനാ മടിക്കുന്നേ? അല്ല, ഇതിപ്പോ മനുഷ്യരല്ലേ. അല്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് പറയുമല്ലോ. അപ്പൊ അതെന്തായിരിക്കും? ഈ പ്രായത്തിന്റെ ഒരു പക്വതയില്ലായ്മയിൽ നിന്നും വരുന്ന അടിയാണ് കൂടുതൽ. ഇളയത് അവനായോണ്ട് അവന് പെട്ടെന്ന് ദേഷ്യം വരും. ആണോ? ദേഷ്യമുള്ള ആളാ? അപ്പൊ അതിന്റെ ചെറിയ, പിന്നെ നമ്മള് പറയുമ്പോഴത്തേക്ക് മനസ്സിലാവും. അത് ഇപ്പൊ ദേഷ്യം വന്നിട്ട് 2 ദിവസം കഴിയുമ്പോൾ മാറുന്ന ആ ടൈപ്പാണ്. പിണങ്ങിയൊക്കെ ഇരിക്കുവോ? അങ്ങനെയൊന്നുമില്ല. അല്ല, ആരിപ്പോ അടി ഉണ്ടാക്കി പോയാലും ഒരു പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് അത് തീരും. രാത്രി ആകുമ്പോൾ ഒരു വീഡിയോ കോളോ വോയിസ് കോളോ ചെയ്യുമ്പോഴത്തേക്ക്, ഒരു ഗ്രൂപ്പ് കോൾ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ രാത്രി അടി ഉണ്ടാക്കി അങ്ങ് തീരും. ഇവിടെ ഒരാൾ ഉറങ്ങി തുടങ്ങി. ഉണരു ഉപഭോക്താവ് ഉണരു എന്ന് പറയേണ്ട അവസ്ഥയാണ്. എന്നാൽ അനന്തൻ എന്തിനാ പെട്ടെന്ന് ദേഷ്യം വരുന്നത്? അല്ല, എന്നാലും പറ, എന്തുകൊണ്ടാ പെട്ടെന്ന് ദേഷ്യം? അല്ല, അവൻ കുറച്ചുകൂടെ ഒന്ന് ഇതാണ്. നമ്മളൊക്കെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ചില്ലായിട്ടിരിക്കും. പക്ഷെ അവൻ എടുക്കുന്ന ടൈമിൽ അവൻ അത് പെർഫെക്റ്റ് ആയിട്ടിരിക്കണം. അവൻ കണ്ടന്റിൽ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. നമ്മളാണെങ്കിൽ ഇടയ്ക്ക് അലമ്പ് കാണിക്കും. പക്ഷെ അവൻ അത് പിടിക്കത്തില്ല. അവൻ കുറച്ചുകൂടെ ഒന്ന് പ്രൊഫഷണലാണ്. എനിക്ക് മനസ്സിലായി കാര്യം. അതായത് നിങ്ങളൊക്കെ കുറച്ച് മൂത്തയാണേലും നിങ്ങൾക്ക് മെച്ചൂരിറ്റി ഇല്ല. അവൻ കുഞ്ഞാണെങ്കിലും അവന് മെച്ചൂരിറ്റി ഉണ്ടല്ലേ? അങ്ങനെയല്ല, വീഡിയോ എടുക്കുമ്പോ എനിക്ക് എടുത്ത് തീർക്കണമെന്നുള്ള പെട്ടെന്ന് തീർക്കണമെന്നുള്ളത് തോന്നി. ഭയങ്കര വെപ്രാളം. അതല്ല, എനിക്ക് ഞാൻ ആലോചിച്ച് കൂട്ടി കുറെ വെച്ചിട്ട് ഓവർ തിങ്കർ ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ വന്നപ്പം ഇവൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. അതല്ല, അവന് വീഡിയോ ഇടുന്നപ്പോ അതിപ്പോ എല്ലാവർക്കും അതായത് ഇപ്പൊ അവന് വീഡിയോ ഇടുന്ന ദിവസം അത് എത്ര ലൈക്കായി. ഇപ്പം നമുക്ക് ഒരു ഇതുണ്ട്, ടാർഗറ്റ് ഉണ്ട്. അതായത് അരമണിക്കൂറിൽ ഇത്ര ലൈക്ക് കിട്ടിയാൽ ആ വീഡിയോ ഓടും. അങ്ങനെയൊക്കെ നമുക്കൊരു ഇതുണ്ട്. അപ്പം അത് നോക്കുന്നതാ അതിന്റെ. അതെല്ലാവർക്കും അങ്ങനെയാണ്. എനിക്കായാലും എനിക്ക് സമയത്തിന് വീഡിയോ ഇടണം, അതാണ് എൻ്റെ ഇത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങൾ. നിങ്ങൾ ആദ്യമായിട്ട് ഇത് തുടങ്ങിയതാരാണ് ഈ കണ്ടന്റ് ക്രിയേഷൻ നിങ്ങളുടെ കൂട്ടത്തില്? വിഷമച്ചാനാണ് ഇതിന്റെ ഒരു തുടക്കക്കാരനല്ലേ? ടീമായി. പിന്നെ എങ്ങനെയാണ് നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ചൊരു ഇതിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ ആർക്കിടെക്ചർ പഠിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അനന്ത ഒരു കടയിലേക്ക് ആയിരുന്നു വർക്ക് ചെയ്യും. അപ്പൊ ഞാനൊക്കെ പറഞ്ഞായിരുന്നു നമ്മളിങ്ങനെ ഒരു സെറ്റപ്പ് പരിപാടി തുടങ്ങാം. അങ്ങനെ ഒരു ദിവസം നമ്മള് ബൈക്ക് കഫേ, നിഖിലണ്ണനൊക്കെ പറയും വീഡിയോ എടുക്കണം. പുള്ളിക്കാരൻ്റെ കഫേയിൽ നിന്നപ്പോൾ എബിനണ്ണനും അനന്തനും അവിടെ ഇരുന്നു. അങ്ങനെ രണ്ടുപേരെയും പിടിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ അടുത്ത വീഡിയോക്ക് സെലക്ഷൻ ആ ടൈമിൽ ഇവിടെ സെലക്ഷൻ്റെ വേറെ ടീമൊക്കെ ആയിട്ട് ചെറിയ വീഡിയോ ചെയ്യുന്നുണ്ട്, ഞണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ നമ്മൾ മുഴുക്കുന്നുണ്ട്, അവിടെ മുഴുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ
വീഡിയോ ഓടാതെ അങ്ങനെ പിന്നെ സെലക്ഷൻ തന്നെ ടീമിൽ കയറ്റി അങ്ങനെ നമ്മൾ വീഡിയോ കണ്ടപ്പോൾ ഒരു ദിവസം നമ്മളെ വേറെ ഫ്രണ്ട് ഇവിടെ വെച്ചൊരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവളെ അപ്പൊ അവിടെ നിന്ന് ഞാൻ ഇവിടെ തൂക്കി, അങ്ങനെ ഒരു ടീമായി. അങ്ങനെ തൂക്കിയെടുത്ത് എല്ലാവർക്കും ഓരോ ടീമാക്കി. പിന്നെ എല്ലാരും പണ്ടേ ടിക്ടോക്ക് ഒക്കെ ഉള്ളപ്പോ തൊട്ട് തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ കൊറേ വീഡിയോസ് ഒക്കെ ചെയ്ത് ഇപ്പൊ നല്ല വൈറലായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ ആണോന്നോ? എളിമയാണ്. 1 million സ്റ്റാർ. ഇപ്പൊ സോഷ്യൽ മീഡിയ ഫുൾ ഇതാണ്. ഇപ്പൊ നിങ്ങൾക്ക് വരുന്ന റെസ്പോൺസസ് എങ്ങനെയാണ്? ഒരുപാട് ഫാൻസ് ഒക്കെ മെസ്സേജ് അയക്കാറുണ്ടോ കറൻലി? എന്താണ് ഓരോരുത്തർക്കും വരുന്ന മെസ്സേജുകളെ കുറിച്ച് അവിടെ തുടങ്ങാം. മെസ്സേജുകളെ കുറിച്ചെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഹായ് ചേട്ടാ എന്നും പറഞ്ഞ് കുറേ മെസ്സേജാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളോട് ഭയങ്കര ഇഷ്ടത്തിനൊക്കെ കയറി നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം ചോദിക്കുന്നത് ചേട്ടാ ഒന്ന് ഫോളോ ബാക്ക് ചെയ്യുമെന്ന്. അത് തന്നെ മിക്കാറുള്ളവരും വന്ന് ചോദിക്കുന്നത് ഇത് തന്നെ. അത് ചെയ്യും, ഒട്ടുമിക്ക എല്ലാവരെയും ഞാൻ ചെയ്യാറുണ്ട് ചോദിക്കുന്നവരുണ്ട്. പിന്നെ അതെന്താ മെയിനിൽ വരുന്നത്? ഹായ് ഇതൊക്കെ തന്നെ ഹായ് തന്നെ എല്ലാവർക്കും വരുന്നത്. പിന്നെ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ അങ്ങനെ ആ ഇഷ്ടമല്ല അല്ലല്ല അങ്ങനെയല്ല മറ്റേ പ്രേമം ഇഷ്ടമല്ല, അല്ലാതെ എല്ലാവരും എനിക്കൊരു വെറൈറ്റി മെസ്സേജ് വന്നായിരുന്നു. കുറെ ഒരു കിൻഡൽ ചീത്തയും വിളിച്ചിട്ടേ ഇതെടുത്തൊന്ന് സ്റ്റോറി ഇടൂ, ഞാൻ ഒന്ന് വൈറലാവട്ടെ. ഒരു അക്കൗണ്ടിൽ നിന്ന് കുറെ ചീത്ത, ഞാൻ കുറെ അച്ഛനമ്മയ്ക്കും അല്ല എന്നെ അങ്ങനെ കുറെ ചീത്ത അങ്ങ് വിളിച്ചിട്ട് അവസാനം ഇതൊന്നും ചേട്ടാ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ടിട്ട് എന്നെ ടാഗ് ചെയ്യാനോ അങ്ങനെ എന്തൊക്കെ ചെയ്യും, ഞാനൊന്ന് വൈറലാവട്ടെ. അത് കൊള്ളാം, അത് നൈസായിട്ടുണ്ട്. ഗായത്രിക്ക് എന്തൊക്കെയാ വരുന്നത്? എനിക്കും ഇത് ഞാൻ റിപ്ലൈ കൊടുക്കുമല്ലായിരുന്നു. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് എല്ലാവരും ചോദിക്കുന്നതെന്ന് വെച്ചാല് ഫോളോ ചെയ്യൂ ചേച്ചി ഒരു കാര്യം പറയാനുണ്ട് ഫോളോ ചെയ്യുന്നു. പക്ഷെ ഈ റീസെന്റ് എനിക്കൊരു മെസ്സേജ് വന്നതെന്ന് വെച്ചാൽ ഞാനൊരു ഒറ്റമോളിന്റെ സംഭവം ചെയ്തായിരുന്നു. അപ്പോൾ ഒരു ലോഡ് മെസ്സേജ്. അപ്പം ഞാൻ വായിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ബ്രദർ മരിച്ചുപോയി, ഞാൻ ഇപ്പോൾ ഒറ്റ മോളാണ്, അപ്പം എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടും തട്ടി എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. അദ്വൈതിന് അദ്വൈത് വേറെ ഏതോ യൂണിവേഴ്സിലിരിക്കും കേട്ടോ. എല്ലാ ടൈപ്പും മെസ്സേജും വരും. ഏതൊക്കെ ടൈപ്പാണ്? പ്രപ്പോസൽ വരാറുണ്ട്, ഹായ് ബായ് എല്ലാം വരാറുണ്ട്, ലൈക്ക് ചെയ്യണം, ഫോട്ടോ ഷെയർ ചെയ്യണം എന്ന് വരാറുണ്ട്, അമ്മരെ കണ്ണി തുപ്പം, അങ്ങനെയുള്ള എല്ലാം വരും. പ്രപ്പോസൽ എന്തൊക്കെയാണ്, എങ്ങനെയാണ് വരുന്നത് ആ ടൈപ്പ് മെസ്സേജ്? അതാണ് ചേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ എന്താ മറുപടി കൊടുക്കുന്നത്? വലിയ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ചേട്ടൻ താല്പര്യമില്ലാത്തോണ്ട് ഞാൻ ചോദിക്കാം എന്തായിരുന്നു. ഒരുപാട് മെസ്സേജ് അങ്ങനെ വരാറില്ല, ഫോളോ ചെയ്യാൻ പറഞ്ഞ് വരാറുണ്ട്. ഓക്കെ, എന്തുവാ നിങ്ങള് മെയിൻലി എനിക്ക് തോന്നുന്നു ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ് ഈ കൂട്ടത്തിൽ ഗായത്രിയുടെ ലൈൻ ആരാണെന്നുള്ളത്. ബട്ട് ഈ കൂട്ടത്തില് ഗായത്രിക്ക് ലൈൻ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളെല്ലാം നല്ല ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയാം. എന്നാലും ഇവിടെ ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ലൈൻ? വേറെ എവിടെ ഇല്ല, അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അത് നീ എല്ലാവരുടെയും കാര്യം ചോദിക്കണ്ട, നിന്നെ മാത്രം പറഞ്ഞാൽ അവരെ കൂട്ടുപിടിക്കണ്ട. ഇല്ല എനിക്ക് ലൈൻ ഇല്ല. ഇല്ല അപ്പൊ വേറെ ആർക്കെല്ലാം ഉണ്ടോ ഈ കൂട്ടത്തില്? അത് അവരോട് ചോദിക്കണം, ഞാൻ പറയില്ല. ചേട്ടാ എല്ലാരും സിംഗിൾ ആണോ? എനിക്ക് അദ്വൈതിന് അത്ര വിശ്വാസമില്ല. അദ്വൈത് പറയൂ. എനിക്ക് 3 ലൈനുണ്ട്. 3 ലൈനുണ്ടോ? എവിടൊക്കെ? പാരിപ്പള്ളി, ദുബായ്, കണ്ണൂര്, അഫ്ഗാനിസ്ഥാൻ, തജിക്കിസ്ഥാൻ, UK. ഇപ്പൊ എന്നെ ഇട്ട് ശരി. ഓക്കെ, അല്ല എബിൻ എന്തോന്നും മിണ്ടാ? നമ്മള് വീഡിയോ ഒക്കെ കാണുമ്പോ എന്റെ കൂട്ടുകാരൻ നാളെ ഒരാഴ്ച സെലക്ട് ഇവിടെ കാണത്തില്ല. അവൻ ടൂർണമെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ടാ പോകുന്നത്. അതെവിടെ സെലക്ട് ടൂർണമെന്റ് നടക്കുന്നത്? അതേത് ഷോർട്ട് ഫിലിം? അത് ഇറക്കണം, അത് ഇറക്കണം. അത് ഞങ്ങൾ കാണണം അല്ലേ? ഉണ്ടായിരുന്നു, ഇതുകൊണ്ടാണ്. എത്ര ഡേറ്റ്? ഇന്ന് 16 ജനുവരി 16. അപ്പൊ എന്നാ ഷൂട്ട്? നാളെ തൊട്ട് ഷൂട്ട് തുടങ്ങും. നാളെ തുടങ്ങി ഷൂട്ട് തുടങ്ങി. ആണോ? അത് തിരിച്ചു പറയണേ. ആണോ? ഓക്കെ, നിങ്ങളിങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴേ ആക്ച്വലി നിങ്ങൾ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണോ? എന്റെ കുഴപ്പമൊന്നുമില്ല, സപ്പോർട്ടാണോ? ബട്ട് നമ്മൾ നോർമലി എന്താ പറയുന്നത്, ഇങ്ങനെ ബോയ്സിന് ഇവിടെ ഗേൾസ് അത് പിന്നെ മെസ്സേജുകളൊക്കെ വരാറുണ്ടോ? അല്ല അങ്ങനെയല്ല, അങ്ങനെ എല്ലാരും പറയും. ഇപ്പൊ യൂട്യൂബും ഫേസ്ബുക്കിലൊക്കെ അങ്ങനെയൊക്കെ ചിലപ്പോഴേക്കും വരാറുണ്ട്. പക്ഷെ എല്ലാവർക്കും ആരെങ്കിലും ഒരാൾ അവിടെ ലൈൻ ആയിരിക്കണം.
അതാണ് അവർക്ക് വേണ്ടത്. നിർബന്ധം. ഫ്രണ്ട്സ് പറ്റൂല, ആരെങ്കിലും ഒരാള്. ഇപ്പം ഞാനിപ്പം വിശ്വമച്ചാന്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇതാണല്ലേ ലൈൻ, അത് വിശ്വസിച്ച് അനന്തന്റെ കൂടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ലൈൻ. എബിൻ ചേട്ടനും ഞാനും ആയിട്ട് ഒരു വീഡിയോ ഈ ഇടയ്ക്ക് സെലക്ഷൻ അണ്ണൻ ഒരു വീഡിയോ ആക്കി ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പം ഞാൻ അതെടുത്ത് റീഷെയർ ചെയ്തു. അപ്പം മീൻസ് ലാസ്റ്റ് അവർ ഒന്നിക്കുകയാണെന്ന് പറഞ്ഞാണ് ക്യാപ്ഷൻ ഇട്ടിരുന്നത്. അതെടുത്ത് ഞാൻ റീഷെയർ ചെയ്തപ്പം അതിൽ വന്നതെന്ന് വെച്ചാൽ സെറ്റായോ, എബിനണ്ണനായിട്ട് സെറ്റായോ, അങ്ങനെ വിശ്വസിച്ചു. എൻ്റെ ചോദിച്ചു എന്നോട് ഞാൻ പോകുന്നു നിങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേ നമ്മൾ നോർമലി ഓക്കെ വീഡിയോക്ക് അകത്തുള്ള കണ്ടന്റ് അല്ലാതെ ഇപ്പം എന്നെ ആയിരുന്നാലും പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോഴത്തേന് ഇവർ ഫുൾ ബോയ്സ് ആണേ. ആ കൂട്ടത്തിൽ ഏറ്റവും കേട്ടോണ്ടിരിക്കുന്നത് ഞാനാണ്. സത്യം പറഞ്ഞ ഇവ എല്ലാം കൂടെ എന്നെ ആക്കി കൊല്ലും. സ്വാഭാവികം. അപ്പൊ ഈ കൂട്ടത്തിൽ അങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്നവരാണ്? ഞാൻ അനന്തൻ, ഞങ്ങളാണ് ഇളയത്. അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് പറയുന്നതിന് പരിധി ഉണ്ടല്ലോ. ഓ, പരിധി ഉള്ളത് കൊണ്ടാണോ കേൾക്കുന്നത്? ആണല്ലേ? അല്ല, മെയിൻലി എന്തൊക്കെ കാര്യത്തിലാണ് അല്ല എന്തൊക്കെ കാര്യത്തിലാണ് ഇത് കേൾക്കാറുള്ളത്? അങ്ങനെയില്ല. ഇപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്ന സമയത്ത് അങ്ങോട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ വീഡിയോയിൽ അഭിനയിക്കാത്തതും വീഡിയോ എടുക്കാത്ത രണ്ടുപേര് കാണും. ഒരു സീനിൽ ചിലപ്പോ 3 പേര് 2 പേരൊക്കെ കാണും. ആ സമയത്ത് ഈ ബേക്ക് നിൽക്കുന്നവർ അവിടെ കിടന്നങ്ങ് അലമ്പും. എന്തെങ്കിലും ഒരു കോമഡി കിട്ടങ്ങ് അലമ്പും. എല്ലാരും ചെയ്യും. അപ്പൊ എടുക്കുന്ന ആക്കത് ഗുണം വരും, ദേഷ്യം വരും, നല്ല ദേഷ്യം വരും. നിങ്ങള് രണ്ടുപേരും ഒക്കെ വീഡിയോ എടുക്കുമ്പോൾ ബാക്കിൽ നിന്ന് ക്യാമറ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ പരസ്പരം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയാണ്. എല്ലാരും ഉള്ള സീനാണെങ്കിൽ വേറെ ആരെങ്കിലും ഒരാളെ വിളിക്കും. ഓക്കെ. ഇപ്പൊ ഈ കണ്ടന്റ് ആക്ച്വലി ഞാൻ നിങ്ങളുടെ കണ്ടന്റ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ഇതെങ്ങനെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നു. അസാമാന്യ കണ്ടന്റുകളാണ് കേട്ടോ. ഇത് ആക്ച്വലി ഇതിന്റെയൊക്കെ തല മെയിനായിട്ട് പോകുന്ന ആർക്കാണ്? അത് ഓരോ ഇപ്പം വിശ്വമച്ചാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരുടെയും കണ്ടന്റ് അവരവര് കൊണ്ടുവന്ന് അവരെന്നെ എന്താ പറയാ എന്റെ അല്ലല്ല എന്റേത് ഇപ്പം ഞാൻ ഇവനായിട്ട് ഡിസ്കസ് ചെയ്യും, എന്നിട്ട് ആണ് ഞാൻ എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ടന്റൊക്കെ വന്ന് പറയുമ്പോഴത്തേന് ഡിസ്കസ് ചെയ്യോ? അതായത് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ പറയോ ഇത് വേണ്ട അത് വേണ്ട അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട്? നിങ്ങള് മറ്റേ ഇങ്ങനെ പ്രപ്പോസൽസ് ഒക്കെ വരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ശരിയാണെന്ന് അറിയത്തില്ല. ഇപ്പൊ അദ്വൈതിനെ കാണുമ്പോൾ എനിക്കൊരു ചെറിയ നിവിൻ പോളി ലുക്കൊക്കെ തോന്നാറുണ്ട്. ശരിയാണെന്ന് എനിക്കല്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആര് പറഞ്ഞു? അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടോ? ആണല്ലേ? അപ്പം ആദ്യമായിട്ട് പറഞ്ഞതാരാ? അത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അന്ന് കൊറേ കളിയാക്കി നിവിൻ പോളിയൊന്നും പറഞ്ഞു. ആണല്ലേ? പിന്നെ ഈ കളറൊക്കെ ഇത് എന്താ സ്പെഷ്യലായിട്ട് ചെയ്ത് വെച്ചേക്കുന്നു തലയിൽ? ഈ കളർ തന്നെയാണോ മെയിൻ ആയിട്ട്? നിങ്ങളെന്താ ഇങ്ങനെ ശരി, ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ നിങ്ങൾ കുറെ കണ്ടന്റ് നിങ്ങൾ ചെയ്യാറുണ്ട്. നമ്മൾക്ക് ഇപ്പൊ മൂവി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിനിമ നടന്മാര് അങ്ങനൊക്കെ പറയുവാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ക്യാരക്ടർ നെയിം എന്തായിരിക്കും? അങ്ങനത്തൊരു മുകേശ്വരി സെലക്സ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു കഥ പറഞ്ഞു തുടങ്ങിയ മുകേഷിന്റെ കിടക്ക പറഞ്ഞോണ്ടിരിക്കും. അതിനൊരാ പിന്നെ അഭിനയിച്ചു തുടങ്ങിയ ജയറാബാവും. ഫാമിലി കണ്ണുകൊണ്ടുള്ള അഭിനയം കാണാം. കണ്ണും മൂക്കും ഒക്കെ അഭിനയിക്കും. അപ്പൊ അനന്തൻ വിജയ് സ്വയം പ്രഖ്യാപിത വിജയ്. അതെന്താ അങ്ങനെ? അത്രേ ഉള്ളൂ. പിന്നെ ഗായത്രി? അല്ല ഗായത്രി അല്ല, ഇവര് പറയട്ടെ. ഗായത്രി ആരായിട്ട് ഉപമിക്കാൻ പറ്റും? ഉമ്മ വെക്കല്ലേ ഉപമിക്കാൻ? അല്ല അവള് പഴയ ക്യാരക്ടർ റോസ് ഒക്കെ ഉണ്ടല്ലോ, എന്താ അവരെ ആരൊക്കെയായിരുന്നു കോമഡി ചെയ്യുന്ന അവ കൽപ്പന ആ ടീം. ഇവള് ഭയങ്കര എക്സ്പ്രസീവ് ആണ്. ചെറിയ സാധനം കൊടുത്ത കൈ നിട്ട് ചെയ്തോളും. അതാണ് അവളെ മെയിൻ കാര്യം. അദ്വൈത് ഞാൻ നോർമൽ എല്ലാരും അല്ല ഇവര് മറ്റേ ബിഗ് ബോസിന്റെ കണ്ടന്റ് എടുക്കുമ്പോ ഞാനായിരിക്കും ഡോക്ടർ റോബിൻ. കാരണം
പറഞ്ഞു ശരി കേട്ടോ. ഇവരുടെ വീടിന്റെ അടുത്ത് കുറെ സെലിബ്രിറ്റീസ് ഉണ്ട്. ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ഡോക്ടർ റോബിൻ ഉണ്ട്, പിന്നെ ആരുണ്ട്? ബ്ലെസ്ലി, ഹാഷിർ, പിന്നെ വർക്കല പോയ ചൂരല്, എല്ലാരും ഇവിടെ. ഇവിടെ അടുത്തൊരു സെലക്ഷൻ ഉണ്ട് കേട്ടോ, കുഞ്ഞിപ്പുഴു. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ എബിൻ അതെന്താ അഭിനയിക്കുമ്പോ മറ്റേ ആ സംഭവം നമ്മളെ ഇങ്ങനെ ഇരിക്കുന്നില്ല, ക്യാമറ ഓൺ ആകുമ്പോഴത്തേക്ക് എനർജി അങ്ങ് വരും. ഓക്കെ. നിങ്ങൾ ബേസിക്കലി ഇപ്പോ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു ലൈഫിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ എന്താണ് ബേസിക്കലി പ്രൊഫഷണലി അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, ജോലിയാണോ? എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? തലമൂത്ത ആളിൽ തുടങ്ങാം. ഇന്റർവ്യൂ എടുക്കുന്ന കൊച്ചിന് എത്ര 35 വയസ്സ്. ഓക്കെ, സെലക്സ് പറയൂ. അപ്പം അതായത് ഞാൻ കോൺട്രാക്ടറാണ്, PWD ഈ റോഡിന്റെയും പൈപ്പിന്റെയും പണിയുണ്ടല്ലോ, അത് എന്റെ പരിപാടിയുണ്ട്. ഇപ്പൊ കുറച്ചു നാളുകൊണ്ടില്ല, കംപ്ലീറ്റ്ലി കണ്ടന്റ് ക്രിയേഷനിലാണ് തന്നെ. രണ്ടും മാനേജ് ചെയ്യാൻ പാടാ. ഒന്നിലെ ഏത് ഈ കോൺട്രാക്ട് വർക്ക് എന്ന് പറയുമ്പോഴത്തേ നമ്മൾ മെയിനായിട്ട് അതിൽ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കേണ്ടി വരും, വേറെ പരിപാടി നടക്കൂല. മ്യൂസിക് പ്രോഗ്രാമറാണ്, കമ്പോസിഷൻ എല്ലാം ഉണ്ട്. സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞുള്ളൂ, പഠിച്ചു കഴിഞ്ഞുള്ളൂ. അപ്പം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് സൗണ്ട് എഞ്ചിനീയറിംഗ് ആ ഭാഗത്തോട്ട് പോവും. കുറച്ചാൾ ഗായത്രി? അല്ല, 24 വയസ്സിനിടയ്ക്ക് ഭയങ്കരമായിട്ട് കുറെ ഡിഗ്രീസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ വന്നപ്പോ ഇന്ന് അറിഞ്ഞു. പറയൂ. അങ്ങനെയല്ല, ഒരു ഡിഗ്രി, ഒരു BEd, ഇപ്പൊ PG ചെയ്യുന്നു. അത്ര ചെറുതായിട്ട് ചെറുതായിട്ട് എന്ന് വെച്ചാൽ ടീച്ചിങ് ഇഷ്ടമാണ്, എനിക്ക് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. അപ്പം ടീച്ചിങ് പ്രൊഫഷൻ താല്പര്യമുണ്ട്. പിന്നെ എനിക്ക് ഇതും ആദ്യം ഞാൻ വന്നപ്പോൾ വിചാരിച്ചു കുറച്ച് നാൾ ഇതിന് വന്നിട്ട് പിന്നെ അതിലോട്ട് മെയിൻ ഫോക്കസ് ചെയ്യാന്ന്. പക്ഷെ എനിക്കിപ്പോൾ ഇതും ഇഷ്ടമാണ്. അപ്പം ഇതിൽ രക്ഷപ്പെട്ടാൽ ഇതിൽ നിൽക്കും, പക്ഷെ അതിൽ രക്ഷപ്പെട്ടാൽ എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അദ്വൈത്? ഞാൻ സിവിൽ സർവേ ആർക്കിടെക്ചർ സിവില് പോകും. അങ്ങനെ ഞാൻ ആർക്കിടെക്ചർ കഴിഞ്ഞപ്പോൾ 1 കൊല്ലമായി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഫുൾ ടൈം തന്നെ. ഇടയ്ക്ക് പഠിപ്പിക്കാനായി പോയിരുന്നു, ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ ക്രിയേഷൻ തന്നെ ഫുൾ. ഇവിടെ സ്പെഷ്യൽ ഒരാൾ ഇരിപ്പുണ്ടോ? എബിൻ എന്തോ പറയാനുണ്ട്. എബിനെ കാണുന്ന ചില്ലറ ആളല്ല. എബിൻ പറയൂ, എന്താണ് ചെയ്യുന്നത്? വീഡിയോ എഡിറ്റിംഗ് ആണ്. എവിടെ? ലാപ്ടോപ്പ് ഏത് അമേരിക്കക്കാരൻ? ജോൺസീന? ജോണി സിൻസോ? വെറുതെ അറിയാ, എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ, അതുകൊണ്ടാണ് ചോദിച്ചത്. നിക്കോ എന്ന് പറഞ്ഞ ഒരു കേരളത്തിലൊക്കെ ഒന്ന് ഫേമസ് ആയ ഒരു ടൂറിസ്റ്ററാണ്. അപ്പൊ പുള്ളിക്ക് വേണ്ടി അത് ഭയങ്കര സംഭവമാണല്ലോ. അത് എങ്ങനെ വന്നു എബിനിലേക്ക്? അത് എന്റെ ഒരു ഫ്രണ്ട് ബ്ലെസ്ലി എന്ന് പറയും, ബിഗ് ബോസിലേക്കാണ്. അപ്പൊ അവന് വന്ന വർക്കായിരുന്നു. അവൻ ആ ടൈമിലാണ് ബിഗ് ബോസിൽ പോകാൻ നിന്നത്. അപ്പൊ അവൻ എനിക്ക് തന്നു. ഓക്കെ. നിങ്ങളെ പറ്റി ഒക്കെ ഇപ്പൊ കമന്റ് ഒക്കെ നോക്കുവാണെങ്കിൽ എല്ലാരും പറയുന്നത് നിങ്ങൾ ഭയങ്കര ആക്ടിങ് ആണ്, എപ്പോഴെങ്കിലും സിനിമയിലൊക്കെ എത്തും എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഓഫേഴ്സ് ഒക്കെ വരാറുണ്ടോ? അത് സീരിയസ്ലി വരാറുണ്ടോ? വന്നിട്ടുണ്ടോ മൂവിയിലേക്കൊക്കെ? തിരക്കിട്ടുണ്ട് ഒരുപാട്. എല്ലാരും പറ്റി ഇതാണൊക്കെ നമ്മള് ഇതാണൊക്കെ ബ്രോ എന്നാണ് കാണുന്നൊക്കെ പറയും. പക്ഷെ അവസാനം നോക്കുമ്പോഴത്തേക്ക് അത് വേറെ ആരെങ്കിലും വിളിച്ചങ്ങ് ജയിച്ചോളും. അതെന്താ നിങ്ങൾ ഇങ്ങനെ കൊടുക്കാറില്ല ഓഡിഷൻസ്, അല്ലെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യാറില്ല? ഒരു സമയത്ത് ഞാൻ 14 ഇല്ലേലും പോയിട്ടുണ്ട് ഓഡിഷൻ എന്നും പറഞ്ഞു. പക്ഷെ അത് ആ സമയത്ത് അതൊക്കെ ഒരു പബ്ലിസിറ്റി സ്റ്റൺസ് ആയിരുന്നു. അതായത് സിനിമയിലെ പ്രൊമോഷന് വേണ്ടി. അഥവാ കിട്ടിയാലും രണ്ടാമത്തെ സെക്കൻഡ് ഓഡിഷൻ എന്ന് പറഞ്ഞ് വിളിച്ചെടുത്ത് പറയുമ്പോൾ ഒരു 10 ലക്ഷം രൂപ തരാമെന്ന് കഴിയും. എനിക്കൊന്ന് കിട്ടിയായിരുന്നു. ഒരു പരിപ്പൂടെ, സിനിമ പേര് പറഞ്ഞൂടല്ലേ, ഒരു പരിപ്പൂടെ എന്ന് പറഞ്ഞ മൂവിയിൽ കിട്ടിയായിരുന്നു. ഒരു റിയാസ് ഖാന്റെ പടം എടുത്ത്. അപ്പൊ അതില് കിട്ടി, സൂര്യ അതായിരുന്നു. അതില് കിട്ടിയിട്ട് ഓക്കെ പറഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് ബ്രോ ഒരു പോസ്റ്റർ വെക്കണമെന്ന് പ്രൊമോഷന്റെ ഭാഗമായിട്ട് എന്തൊരു ഒരു 50,000 രൂപ വേണമായിരുന്നു, അയച്ചു തരുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞില്ല ബ്രോ, പിന്നെ വിളിച്ചിട്ടില്ല. അങ്ങനെയാണ്. അയ്യോ. ഗായത്രിക്ക് വരാറുണ്ടോ? ഞാന് അങ്ങനെ ഇതിലൊന്നും വലുതായിട്ട് അങ്ങനെയുണ്ട്. എനിക്ക് ഇഷ്ടമാണ്, അഭിനയമൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം കറക്റ്റ് ഒരു ടൈം കിട്ടിയപ്പം ഇതിലോട്ട് ചാടിയുന്നുണ്ട്. പക്ഷെ അല്ലാതെ ഞാൻ അങ്ങനെ. അദ്വൈതിനോ? ഞാൻ പണ്ട് ഓഡിഷനൊക്കെ പോയിരുന്നു അവരെ കണക്ക്. ഒരു സിനിമയ്ക്കകത്ത് കിട്ടിയായിരുന്നു. അപ്പൊ കൊറോണ വന്ന ആ സിനിമ തന്നെ കൂട്ടി. കൊറോണ കുറെ പേരുടെ സ്വപ്നങ്ങൾ. പിന്നെ ഈ ഇടയ്ക്കൊരു സിനിമയിൽ നിന്ന് വിളിച്ചായിരുന്നു.
പിന്നെ അതിനെപ്പറ്റി ഒരു അനക്കൊന്നും ഇല്ല. എന്താണ് ഒരു പ്രൊഫഷൻ ആണോ? ഓക്കെ. എബിൻ? അങ്ങനെയൊന്നും വരാറില്ല. അത്ര കാര്യമൊന്നുമല്ല. വരാറുണ്ട്. ആനന്ദൻ എന്തോ പറയാനുണ്ട്? അല്ല, എനിക്ക് ഈ കൊറോണയ്ക്ക് മുമ്പ് ഒരു തമിഴ് പടത്തിൽ മ്യൂസിക് ചെയ്യാൻ വേണ്ടി കിട്ടിയായിരുന്നു. എനിക്ക് എൻ്റെ ഒരു ബ്ലസ്സി ബോയുടെ അനിയൻ റൈച്ചസ് എന്ന് പറഞ്ഞ പുള്ളിക്കും. അപ്പം എല്ലാം പാട്ടൊക്കെ സെറ്റ് ചെയ്ത് അവർ അഡ്വാൻസ് ഒക്കെ അയച്ച് മറ്റേ അപ്പാനിശരത്തിൻ്റെ മൂവിയായിരുന്നു, ജെല്ലിക്കെട്ട് എന്ന് പറയുന്ന ഒരു മൂവിയായിരുന്നു. അപ്പം അങ്ങനെ പാട്ട് റെഡി അവർ അയച്ച് ഓക്കെ ഒക്കെ പറഞ്ഞ് നിന്നപ്പോഴാണ് കൊറോണ വന്ന് ആ പടമേക്ക് പോയി. അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ ആയനെ. നിങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ടേ നമ്മൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല, പക്ഷെ വീഡിയോ വന്നു കഴിയുമ്പോൾ എൻ്റെ ദൈവം എന്തൊരു അബദ്ധമായി പോയി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ഇഷ്ടംപോലെ. അല്ല, ഏറ്റവും ഇങ്ങനെ മറക്കാൻ പറ്റാത്ത ഒന്ന് രണ്ടെണ്ണം ഒന്ന് പറഞ്ഞേ. മറക്കാൻ പറ്റാതെ വിഷമിച്ചാൽ പറയും. അല്ല, ഏറ്റവും കൂടുതൽ വരുന്ന എബിനാന്റെ വീഡിയോക്കകത്ത് എബിനാന്റെ വീഡിയോക്കകത്ത് കൈ നീടാൻ കുറെ കാണും. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അഭിനയിക്കാനുള്ളൊരു ഇത് എന്ന് വെച്ചാൽ ഇന്നതാണ് നിന്റെ ക്യാരക്ടർ, നീ എന്തുവേണം ചെയ്തു സംഭവം എന്ന് പറയും. എനിക്കൊരു ഫൺ, ഞാൻ വീഡിയോ എടുക്കാൻ പറ്റും. ബാക്കി ഇവരേലൊക്കെ എനിക്ക് നല്ല റോള് കിട്ടുന്നുണ്ട്. അപ്പൊ എന്റെ ഞാൻ എടുക്കുമ്പോൾ കോമഡി ആയിട്ട് എടുക്കും ഫുള്ള്. അങ്ങനെ ഇഷ്ടമുള്ള പോലെ നമുക്ക് അപ്പം നമ്മൾ 100-200 അങ്ങനെയൊക്കെ. വേറെ ഒന്നുമില്ല, ഞാൻ വന്നപ്പോ ഇങ്ങനെ എന്തൊക്കെയോ കേട്ടിരുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. എന്തൊക്കെയോ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി, എന്തോ പ്രശ്നമൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞു, എന്തോ അബദ്ധം പറ്റിയതൊക്കെ പറഞ്ഞിട്ട് പിന്നാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞു. എന്തോ ഡ്രസ്സിന്റെ എന്തോ കാര്യം. ശരി, എനിക്ക് മനസ്സിലായി. അതാർക്കാണ് സംഭവിച്ചത്? അത് സെലക്ഷൻ ഒരു വീഡിയോക്കകത്ത് എബിനാന്റെ പാന്റിന്റെ ഈ 2 ലോക്ക് ഉണ്ടല്ലോ തയ്ക്കുന്ന, അതിൽ ഒരു ചെറുതായിട്ട് നൂലിളവുന്നു. അപ്പൊ അതില് ആൾക്കാർ കണ്ടിട്ട് മെസ്സേജ് അങ്ങനെ ഞാന് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഒരു റാപ്പിഡ് ഫയർ പോലെ. അപ്പൊ അതിന് നിങ്ങൾ ഉത്തരം പറയണം. ഓക്കെ? നിങ്ങളുടെ കൂട്ടത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും സൈക്കോ ആണെന്ന് തോന്നുന്ന ഒരാളുടെ പേര് പറ. അതിന്റെ കാരണം കൂടെ പറയണേ. ഇവൻ അല്ലെങ്കിൽ ഇവൾ കുറച്ച് സൈക്കോ ആണല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ സ്വഭാവത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചില ജസ്റ്റേഴ്സ് ആയിരിക്കാം എന്ന് തോന്നുന്ന ഒരാളാരാ? അല്ല, ഞാൻ ആരുടെ പേര് പറഞ്ഞില്ല, നിങ്ങളാണ് പറയേണ്ടത്. പറ, ഒരാളുടെ പേര് പറ, തോന്നിയിട്ടുള്ളേ. എന്നാലും കൂടുതൽ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് സൈക്കോ ആവുന്ന ആരാണ്? ഇതിന്റെ ആൻസർ ഞാൻ ആദ്യം പറഞ്ഞു. എന്ത്? ഇതിന്റെ ആൻസർ ഞാൻ ആദ്യം പറഞ്ഞു. ഇവൻ അനന്തൻ. അനന്തല്ലേ? അതല്ലേ? അല്ല, ആദ്യം പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, ആരെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് ശരി, എന്നാ പറ, ഇപ്പൊ പറ. ആരാ? എല്ലാരും. ഓക്കെ, എല്ലാരും ഇവിടെ ഭയങ്കര ടീമായിട്ടാണോ കേട്ടോ കളിക്കുന്നത്. അടുത്തത്, നിങ്ങളുടെ കൂട്ടത്തില് ഡെയിലി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്ന ആരാണ്? ആരെയാണ് അത്? ഓഫ് കോഴ്സ് നിങ്ങൾ രണ്ടുപേരെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങളുടെ കൂട്ടത്തിൽ എവിടെ പോയാലും കിടന്നുറങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? അതെന്താ? ഇപ്പൊ ഇന്റർവ്യൂ ഉണ്ടല്ലേ, ഉറങ്ങിയിരുന്നു. ആണോ? കേട്ടില്ലേ? നിങ്ങൾക്ക് രാത്രി എഡിറ്റിംഗ് കേട്ടത്. രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ട്രെയിനിൽ പോയി കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വന്ന് പിന്നെ ഷൂട്ട് ചെയ്ത് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ 7-8 മണിക്കാണ്. എനിക്കില്ലല്ലോ 8 മണിക്കൂർ ഞാൻ എഡിറ്റും ചെയ്ത് രാത്രി എനിക്ക് വീണ്ടും അവന്റെ എഡിറ്റർ എന്ന് പറയുന്നത് അമേരിക്കക്കാരനാണ്. അതായത് ഒരു കണ്ടന്റ് പുള്ളി അവിടുത്തെ പകൽ അയച്ചു കൊടുക്കുമ്പോൾ ഉറങ്ങിയിരിക്കും. ഇവ എണീച്ച കണ്ടന്റ് എഡിറ്റ് ചെയ്ത് അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പുള്ളി ഉറങ്ങിയിരിക്കും. പുള്ളി അതിന്റെ റിപ്ലൈ ആയിട്ട് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ ഇവ ഉറങ്ങിയിരിക്കും. സമയം എടുക്കും പ്രോസസ്. ഈ ഉറങ്ങുന്ന സമയത്ത് ആനന്ദവേള പുഷ്പിക്കാനായിട്ട് പുള്ളിക്ക് ചില വീഡിയോ അത്യാവശ്യം എന്ന് പറയുമ്പോൾ ഇവൻ നൈറ്റ് വർക്ക് ചെയ്യേണ്ടി വരും പെട്ടെന്ന്. അപ്പൊ സ്വാഭാവികം. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ന് പോയാണല്ലേ നിങ്ങൾ എന്തിനു സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ? ഓക്കെ, നിങ്ങൾ ഏറ്റവും കോമഡി പറയുന്നത്, നന്നായിട്ട് ചിരിക്കുന്ന ആരാണ്? ചിരിപ്പിക്കുന്നതൊക്കെ എബിനാണ്. ചിരി തുടങ്ങിയാൽ നിർത്തത്തില്ല. അങ്ങനെ എന്തെങ്കിലും കാണിക്കാം, നമ്മൾ ചിരി വരും. ആണല്ലേ? ഓക്കെ, അടുത്ത, ഏറ്റവും കൂടുതൽ വെപ്രാളമുള്ള ആർക്കാണ്? ഇവിടെ വെപ്രാൾ സ്റ്റാർ. ഞാനൊരു കണ്ടന്റ് എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും വെപ്രാളോ? എല്ലാ കാര്യത്തിനും? ലൈഫിൽ അങ്ങനെ തന്നെയാണല്ലേ? ചെറുതായിട്ട്. ഓക്കെ, നെഗറ്റീവ് ഓളി എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ?
നെഗറ്റീവ് എന്ത് കാര്യം പറഞ്ഞാൽ കുറച്ചൊക്കെ നെഗറ്റീവ് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അഭിപ്രായം നെഗറ്റീവ് അങ്ങനെ അങ്ങനൊന്നുമില്ല. ഈ കണ്ടന്റ് ക്രിയേഷൻ അപ്പുറം നിങ്ങൾക്ക് ഒരു ലൈഫിൽ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും ഓരോരുത്തർക്ക്? സിനിമ എല്ലാവർക്കും എനിക്കും സിനിമയിലൊക്കെ താല്പര്യമുണ്ട്, ഒരു ടീച്ചറാവാനും താല്പര്യം. ടീച്ചറാവാൻ താല്പര്യമുണ്ട്. അദ്വൈത് നടനാവണം എന്ന ആഗ്രഹത്തിലാണ് ഈ പരിപാടി തുടങ്ങി. എന്തായാലും നമ്മൾ വെച്ചാലും സിനിമ എടുക്കാൻ പോണില്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മളെ കഴിവ് കാണിച്ചിട്ട് ആരെങ്കിലും വിളിക്കണമെങ്കിൽ വിളിക്കട്ടെ. അതാണ് ഈ ക്രിയേഷന്റെ മെയിൻ കാര്യം. നമ്മൾ തന്നെ സിനിമ എടുക്കണം. അതന്നെ, വരുമാനം അത്രയും വേണം. ഓക്കെ. നടന്നല്ല, എനിക്ക് അങ്ങനെയൊന്നും ആഗ്രഹം കൊണ്ട് വന്നൊന്നുമല്ല, ഇപ്പൊ അത്രക്കാരനല്ലേ. അപ്പോൾ എന്തായാലും കുറേ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചു, എല്ലാ വിശേഷങ്ങളും പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് കണ്ടന്റ് നിങ്ങളുടെ സൈഡിൽ നിന്ന് വരട്ടെ പ്രതീക്ഷിക്കുന്നു, നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോൾ ഓക്കെ, ബൈ. ബൈ. ബൈ ബൈ.